ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. കോൺടാക്റ്റ് ചെയ്യണത് നിങ്ങൾ എന്നെ കോൾ ചെയ്യുമ്പോൾ ഞാൻ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മെസ്സേജ് ചെയ്താൽ മതി. മെസ്സേജ് വാട്സാപ്പിൽ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇമ്മീഡിയറ്റ്ലി മെസ്സേജ് അയച്ചു തരാം. അതല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഇമെയിൽ ചെയ്യാം. അതും ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയക്കാം. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഡീറ്റെയിൽസ്, ഇമെയിൽ, വാട്സാപ്പ് നമ്പർ എല്ലാം ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് എൻ്റെ ചാനലിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് വരണേ? നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, അവരുടെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഔട്ട്കം, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ എന്താ മെസ്സേജ് പറയണമെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിബ്ര എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങളുടെ 3 ഓഫ് കപ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 10 ഓഫ് വാൻഡ്സ്, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ, നൈറ്റ് ഓഫ് വാൻഡ്സ്, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്, സ്ട്രെങ്ത്, ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ, 5 ഓഫ് സോഡ്സ്, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഉണ്ടാവുക, ഡെത്ത്, ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ, 6 ഓഫ് കപ്സ്, ഔട്ട്കം. അപ്പോൾ ലീബ്ര ഇവിടെ ഞാൻ കാണുന്നത് 3 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓക്കെ, ഇതൊരു ഹാപ്പി ഗുഡ് ന്യൂസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ഗുഡ് ന്യൂസ് വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയിരുന്നു വെച്ചാൽ ഇവിടെ ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 ഓഫ് കപ്സ് എന്താണ്? 8 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ, ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമായിരുന്നു, പക്ഷേ നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് ഈസി ആയിരുന്നില്ല. ഇപ്പോൾ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ എന്തോ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങൾ രണ്ടാളും ഡേറ്റ് ചെയ്യായിരുന്നു വെച്ചാൽ ഇവിടെ എന്തോ ഒരു കമ്മിറ്റ്മെൻറ്റ് പോലെ ഒരു എനർജി ഉണ്ട്. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ കുറച്ച് കൂടുതലൊരു സീരിയസ് മാതിരി പറഞ്ഞ ഒരു സീരിയസ് ഓഫർ കൊണ്ടുവരുന്നുണ്ട്. കമ്മിറ്റ്മെൻറ്റിൻ്റെ, മാരേജിൻ്റെ, എൻഗേജ്മെൻറ്റ്, അങ്ങനെ എന്തോ ഒരു കമ്മിറ്റ്മെൻറ്റ് മാതിരി ഒരു എനർജി ഇവിടെ കാണാനുണ്ട്. ഇല്ലച്ച ഞാൻ പറഞ്ഞ മാതിരി റീകൺസിലിയേഷൻ്റെ എനർജിയും ആവാം. അപ്പോൾ 10 ഓഫ് വാൻഡ്സ് ആണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. ഇവരുടെ എനർജിയിൽ ഞാൻ ചില ബാഗേജ് കാണുന്നുണ്ട്, ചില ഇഷ്യൂസ് കാണുന്നുണ്ട്. അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ അവർക്കൊരു പുതിയ ബിഗിനിങ് വേണമെന്നുണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ ഇവിടെ ഒരു ഓഫർ നിങ്ങൾക്ക് തരണു. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഓഫറാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവരുടെ മനസ്സിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്. കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ ട്രാവൽ എനർജി കാണാണ്ട്, പാഷൻ്റെ എനർജി ഉണ്ട്. അതല്ലാണ്ട് ഇവിടെ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ മുമ്പേ ഒരു സ്റ്റേബിൾ സിറ്റുവേഷൻ ആയിരുന്നില്ല.
ഇപ്പോൾ പക്ഷേ എന്തോ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ട് ഇവിടെ കുറേ ഒരു പ്രോഗ്രസ്സിൻ്റെ എനർജി ഉണ്ട്. പക്ഷേ ഇവിടെ ചില ഇഷ്യൂസിനെ കുറിച്ച് ഇപ്പോഴും സ്ട്രെസ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും, അത് ഈ പേഴ്സൺ വേറെ ആൾക്കാരുടെ കൂടെയും പറഞ്ഞാൽ ഇൻവോൾവ് ആണോ, അത് നിങ്ങൾക്ക് അത്രയൊരു ഉറപ്പില്ല. എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജി അങ്ങനെയാണ്. മുമ്പും അവർ നിങ്ങളുടെ ലൈഫിൽ ചില സമയത്ത് മെസ്സേജ് ചെയ്യും, പിന്നെ ഒരു ന്യൂസും ഉണ്ടാവില്ല. അവർ കുറേ ഒരു ഫ്ലേർട്ടിങ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അപ്പോൾ അതുകൊണ്ടും നിങ്ങൾക്കൊരു പേടി എന്താ വെച്ചാൽ ഈ പേഴ്സൺ ശരിക്കും കമ്മിറ്റ് ആണോ ചെയ്യണത്, അതല്ല ചെയ്തൊരു ടെമ്പററി കാര്യമാണോ, അവരുടെ മനസ്സ് മാറുമോ, അത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പേടിയുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ, നിങ്ങളുടെ ഫീലിങ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് സീരിയസ് ആണ്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിൽ മ്യൂച്വൽ എഫേർട്ട് കാണണം എന്നുണ്ട്. നിങ്ങൾ ഇട്ട പോലെ എഫേർട്ട് തന്നെ ഈ പേഴ്സണും ഇടണം. ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് സീരിയസ് ആണ്. പക്ഷേ ഈ പേഴ്സൻ്റെ മനസ്സ് നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയില്ല അവരെന്താ അവരുടെ മനസ്സിലുള്ളതെന്ന്. ഈ പേഴ്സണിന് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഫീലിങ്സ്. അപ്പോൾ അവർക്കും ഒരു പുതിയ തുടക്കം വേണം. പക്ഷെ അവർ നിങ്ങളെപ്പോലെ അത്ര സീരിയസ് ആയിട്ടില്ല. ഓക്കെ, 3 of Wands അവരെ വെയിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്? അവർക്ക് എന്താ പേടിച്ച് അവർ മുമ്പും നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്, മുമ്പും അവർ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നടക്കുമോ, ഇത് ശരിയാവോ, വർക്കൗട്ട് ചെയ്യുമോ, അതൊക്കെ അവർക്കൊരു മനസ്സിലൊരു സംശയമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് അങ്ങനെ കമ്മിറ്റ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ ഒരു പേടിയുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജിയിലാണ്. അപ്പോൾ അവർക്ക് പാസ്റ്റിനെ കുറിച്ചും കുറേ ഗിൽട്ട് ഉണ്ട്. പാസ്റ്റിൽ അവർ നിങ്ങളെ ഡിസപ്പോയിൻ്റ് ചെയ്തു വെച്ചാൽ അതിൻ്റെ ഒരു മനസ്സിൽ അവർക്ക് ഗിൽട്ട് ഉണ്ട്, ഒരു കുറ്റബോധമുണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് എനർജിയാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് ഡിസിഷൻ എടുക്കാൻ നോക്കണു. നിങ്ങൾ ഈ സിറ്റുവേഷൻ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്. നിങ്ങൾ ഈക്വൽ എഫേർട്ട് ഇടാൻ നോക്കണു. ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ചാലഞ്ച് ഉണ്ടായാലും നിങ്ങളത് ഫേസ് ചെയ്യാൻ റെഡിയാണ്. ഈ പേഴ്സൻ്റെ പക്ഷേ ഇൻറ്റൻഷൻ അത്ര ശരിയല്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ 5 of Swords ഉണ്ട്. കുറച്ചൊരു കോമ്പറ്റേറ്റീവ് എനർജിയാണ്, കുറേ ഒരു ഇമ്മച്യോർ എനർജിയും കാണാണ്ട്. 4 of Cups ഉണ്ട് ഇവിടെ. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഒരു ഡിസിൻട്രസ്റ്റഡ് എനർജിയും കാണാണ്ട്. ചിലവർക്ക് ഈ പേഴ്സൺ അവരുടെ ശ്രദ്ധ കൂടുതൽ അവരുടെ പൈസയുടെ കാര്യത്തിലാണ്. അപ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ അത്ര പ്യോർ ആവില്ല. പറഞ്ഞാൽ അവർ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരണതും അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പറഞ്ഞാൽ ഒരു ലവ് എനർജി കാണാണ്ട് ഇവിടെ. പക്ഷേ അതല്ലാണ്ട് ഒരു ഫിനാൻഷ്യൽ ആംഗിളും ഉണ്ടാവാം. ഓക്കെ, പക്ഷെ അതല്ല അച്ഛാ. പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് ഈ പേഴ്സണെ കണ്ട അങ്ങനെ അല്ല എന്ന് തോന്നുന്നുണ്ട് അച്ഛാ. ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പർ ഉണ്ടാവാം. അവർ ഈ സിറ്റുവേഷനിൽ കുറേ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനാണ്. അവർക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയാലേ അവർക്ക് നിങ്ങളെ ഒരു ഫ്യൂച്ചർ അവർക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അവരുടെ അത്ര പറഞ്ഞാൽ ഇമോഷണൽ കാര്യത്തിൽ അത്ര ശ്രദ്ധ ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ കാര്യം ശരിയാക്കണം എന്നുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് അവർ പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെയൊക്കെ മനസ്സിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആക്ഷൻ ഡെത്താണ്. ഇവിടെ ഒരു റീബേർത്ത് കാണാണ്ട്. പറഞ്ഞാൽ ഒരു എൻഡിങ് കഴിഞ്ഞിട്ടൊരു പുതിയ ബിഗിനിങ് കാണാണ്ട്. ലവേഴ്സ്, അപ്പോൾ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ. നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് വേണം. നിങ്ങളായിരിക്കും ആക്ഷൻ എടുക്കുന്നുണ്ടാവുക. ഈ പേഴ്സൻ്റെ എനർജിയിലും റീകൺസിലിയേഷൻ കാണാണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ റീകൺസിലിയേഷൻ ഉണ്ടാവും. ഈ പേഴ്സൺ പാസ്റ്റ് ഇഷ്യൂസിനെയൊക്കെ വിട്ടിട്ട് നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് വരണു. മനസ്സിൽ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ഉണ്ടായിട്ടും
അവർ റീകൺസൈൽ ചെയ്തിട്ടും ഒരു കൺഫ്യൂഷൻ അവരുടെ മനസ്സിൽ എന്താ വെച്ചാൽ ഇത് വർക്കൗട്ട് ആവോ ഇല്ലേ എന്ന്. പക്ഷേ എന്തായാലും അവർ റീകൺസൈൽ ചെയ്യാൻ റെഡിയാവും. ജസ്റ്റിസ് ഇവിടെ ബാലൻസ്ഡ് എനർജിയാണ്. ചില കേസസിൽ ജസ്റ്റിസ് മാരേജിൻ്റെ എനർജിയും ആവാം. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഇവിടെ 2 ഓഫ് wands ഉണ്ട്. അപ്പോൾ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ആണ് ഇത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം ഫ്യൂച്ചറിലേക്കാണ് പോണത്. 4 ഓഫ് swords ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇല്ല റീകൺസിലിയേഷൻ ആണ് ഇത്. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് ഇവിടെ കുറേ ഒരു ലവിങ് എനർജി കാണാണ്ട് ഒരു വിഷ് ഫുൾഫിൽമെൻറ്റും കാണാണ്ട്. അപ്പോൾ ലീബ്ര ഇത് ഒരു നല്ല പോസിറ്റീവ് റീഡിംഗ് ആണ്. ജസ്റ്റിസ് ആക്ച്വലി നിങ്ങളുടെ എനർജിയാണ്, ലീബ്ര എനർജി. അപ്പോൾ ഔട്ട്കമ്മിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട മാതിരി ഔട്ട്കമാണ് നിങ്ങൾക്ക് കിട്ടുക സെപ്റ്റംബറിൽ. പക്ഷേ കുറച്ച് സൂക്ഷിക്കണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷനിൽ മാത്രം ഒരു നെഗറ്റീവ് കാർഡ് വന്നിരിക്കണു. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കാണ്ട്. പക്ഷെ അതല്ലാണ്ട് ഒരു വെരി പോസിറ്റീവ് റീഡിംഗ് ആണ് ഇത്. കമൻറ്റ് ചെയ്ത് ഐ ക്ലെയിംന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള തോട്ട്സ്. ഐ ലവ് യു അൺകണ്ടീഷണലി. ഓ വാവ്, ഇതൊരു നല്ല മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഐ ബറി മൈ സെൽഫ് ആൻഡ് വർക്ക് ടു ഫൊഗെറ്റ് യു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പേഴ്സൺ ഇപ്പോൾ കരിയറിലാണ് കൂടുതൽ അവരുടെ ഫോക്കസ് ഉള്ളത്. എന്നുവെച്ചാൽ അവർക്ക് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോമിസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു കല്യാണത്തിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യലി ആദ്യം അവർക്ക് സ്റ്റെബിലിറ്റി വേണം. അപ്പോൾ അവരുടെ ഫോക്കസ് മുഴുവനെ അതിലാണ്. അപ്പോൾ എന്തോ അവിടെയാണ് ഞാനൊരു നെഗറ്റീവ് കാർഡ് കണ്ടത്, ഒരു 5 of swords. അപ്പോൾ അത് മേ ബി ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. എന്താ വെച്ചാൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അവരെ കാട്ടിലും നല്ലതായിരിക്കും. അപ്പോൾ അതൊരു ഇൻസെക്യൂരിറ്റി മാതിരി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് മാത്രം ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് ആയിരുന്നു ഈ റീഡിങ്ങിൽ. ഓക്കെ, ഐ റീപ്ലേ ആർ കോൺവെർസേഷൻസ് ഓവർ ആൻഡ് ഓവർ അഗൈൻ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ഡെഫിനറ്റ്ലി മിസ് ചെയ്യണു. സോ മെനി തിങ്സ് റിമൈൻഡ് മീ ഓഫ് യു. അപ്പോൾ വെരി സൂൺ ഇവിടെ ഒരു റീകൺസിലേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട് ലീബ്ര. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കുറേ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആൻഡ് ടോറസ് ഉണ്ട്. അതല്ലാണ്ട് ഒരു കുറേ വാട്ടർ സൈൻസ് ഉണ്ട്, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻസ് ഞാൻ കാണുന്നത്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്താൽ ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ മെസ്സേജ് ചെയ്യാം. എന്നുവെച്ചാൽ കോൾ ചെയ്യുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫോൺസ് റിസീവ് ചെയ്യാറില്ല. അപ്പോൾ ബെസ്റ്റ് വേ കോൺടാക്റ്റ് ചെയ്യാൻ വാട്സാപ്പ് മെസ്സേജാണ്. വാട്സാപ്പ് ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം. ഇല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലും ഞാൻ ആക്റ്റീവാണ്, അവിടെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്സ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.